Hi dear students, welcome back to Professional Business Skills. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സൈബർ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് സൈബർ എത്തിക്സ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്, അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയറിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയാറുള്ളത്, അല്ലെ സാധാരണഗതിയിൽ. അപ്പോൾ എന്തായിരിക്കും സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ? സൈബർ എത്തിക്സ് ഈസ് എ കോഡ് ഓഫ് ബിഹേവിയർ ഫോർ യൂസിങ് ദി ഇൻ്റർനെറ്റ്. നമ്മളൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട ഒരു കോഡ് ഓഫ് ബിഹേവിയർ, അതിനെയാണ് നമ്മൾ സൈബർ എത്തിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അക്സെപ്റ്റബിൾ ബിഹേവിയർ ഓൺ ദ ഇൻ്റർനെറ്റ് ഈസ് വെരി മച്ച് ദ സെയിം ആസ് അക്സെപ്റ്റബിൾ ബിഹേവിയർ ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെയൊക്കെ ലൈഫിൽ, എവറിഡേ ലൈഫിൽ, അല്ലെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊക്കെ പിന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കോഡ് ഉണ്ട്, അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ട്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ട്, അല്ലെ എല്ലാവരും സ്വീകരിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. അത് തന്നെയാണ് എന്ത് പറയുന്നത്, സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ട്, അത്തരത്തിൽ ഇൻ്റർനെറ്റിലും ഒരു കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് വാട്ട് വാസ് ഗുഡ് ഫോർ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അതായത് സൈബർ എത്തിക്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വാട്ട് വാസ് ഗുഡ് ഫോർ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഒരു ഇൻഡിവിജ്വലിനും സൊസൈറ്റിക്കും എന്താണ് ഗുഡായിട്ടുള്ളത്, അതിനെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു നന്മ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയർ മൗൾഡ് ചെയ്യുന്നതിനെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മോറൽ, ലീഗൽ, എത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ്ഡ് ഇൻ ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അതായത് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത് മോറലായിട്ടുള്ള, അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള, അതുപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഉപയോഗത്തിൽ ഉൾപ്പെടുന്ന എത്തിക്കൽ ഇഷ്യൂസും അതിൽ വരുന്ന ലീഗൽ ഇഷ്യൂസും അതിൽ വരുന്ന മോറൽ ഇഷ്യൂസിനെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ ലീഗൽ ഇഷ്യൂസും മോറൽ ഇഷ്യൂസും എത്തിക്കൽ ഇഷ്യൂസും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് ബിഹേവിയർ, മറ്റുള്ളവർക്കും സൊസൈറ്റിക്കും നന്മ ഉണ്ടാവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും സൊസൈറ്റിക്കും യാതൊരു പ്രോബ്ലവും ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ആ ഒരു കോഡ് ഓഫ് ബിഹേവിയറിനെയാണ് നമ്മൾ സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ IT അറൈസ് മൈൻലി ഡ്യൂ ടു ദ ഫോളോയിങ്. എന്തുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഇത്രമാത്രം എത്തിക്കൽ ഇഷ്യൂസ് വരാനുള്ള കാരണം? അതിലൊന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഇൻ കമ്പ്യൂട്ടർ കേപ്പബിലിറ്റി. കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റിയും കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ് കുറവാണ് എന്നുള്ളതാണ്. പഴയ കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് വളരെ ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്റ്റോറേജ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അത് ഒരു എത്തിക്കൽ ഇഷ്യൂ ആയിട്ട്, ഒരു മോറൽ ഇഷ്യൂ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്, അല്ലെ ആ രീതിയിലുള്ള പ്രോബ്ലംസ് വരുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് ഡാറ്റ മൈനിങ് ടെക്നോളജീസ് അഡ്വാൻസ് ചെയ്തു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം, അതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ പോപ്പുലാരിറ്റിയാണ്. ഇൻ്റർനെറ്റ് ഇന്ന് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ഈ ഇൻ്റർനെറ്റ് എല്ലാം ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം പോസിറ്റീവാണ്. അതേസമയം തന്നെ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എത്തിക്കൽ അല്ലെങ്കിൽ ഒരു ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ മോറലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എത്തിക്കൽ ഇഷ്യൂസ് ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫീൽഡിൽ വരാനുള്ള കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു, അൺഎത്തിക്കലായിട്ട് പല ആളുകളും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ സൈബർ എത്തിക്സ് എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇത്തരത്തിലൊരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈബർ എത്തിക്സ് ഫോളോ ചെയ്യണം, ആ ഒരു കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് ബിഹേവിയർ ഫോളോ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നത് സൈബർ ക്രൈമാണ്. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രിമിനൽ ആക്ടിവിറ്റി വെർ എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് ഈസ് ദ സോഴ്സ്, ടൂൾ, ടാർഗറ്റ് ഓർ പ്ലേസ് ഓഫ് എ ക്രൈം. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അതിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, ഒരു സോഴ്സായിട്ടോ ടൂളായിട്ടോ ടാർഗറ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു പ്ലേസ് ആയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ്
സൈബർ ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്രൈം ആക്ടിവിറ്റീസ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറും നെറ്റ്വർക്കുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു പ്ലേസ് ആയിട്ട്, ആ ക്രൈം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അത്തരത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഇൻ്റർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഒരു ക്രൈമിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൈബർ ക്രൈം എന്ന് പറയുന്നത്. അൺലോഫുൾ ആക്ട് വേർ ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് എയ്തർ എ ടൂൾ ഓർ ടാർഗറ്റ് ഓർ ബോത്ത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അവിടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ഒരു ടൂളായിട്ട് വരുന്നു, ഒരു എന്താ പറയുക, ഉപകരണമായിട്ട്, ഈ ക്രൈം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഈ എന്താ പറയുക, കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടറിനെ ടാർഗറ്റ് ചെയ്യുന്നു, മറ്റൊരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, അവിടെ ടൂളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു ക്രൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈം ആണ്. അതിൽ പ്രധാനമായിട്ടുള്ള ടൈപ്പുകളാണ് ഇതിൽ പറയുന്നത്. ഹാക്കിംഗ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫിഷിംഗ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹരാസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ആളുകളെ ഹരാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ ഏതെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്രൈമുകളെയാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്പാമിംഗ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസ് എല്ലാം ഒരു കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെ. അപ്പോൾ അത്തരത്തിൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ പിന്നെ ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഈ സോഫ്റ്റ്വെയർ പൈറസി എന്നുള്ള സൈബർ ക്രൈമിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സൈബർ പോണോഗ്രഫി, അല്ലെ പിന്നെ പോണോഗ്രഫി ആയിട്ടുള്ള രീതിയിലുള്ള ചിൽഡ്രൻസിൻ്റെയും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള രീതിയിലൊക്കെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രചരിപ്പിക്കാനും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതിനെ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു സൈബർ ക്രൈമായിട്ട് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സൈബർ ക്രിമിനൽസ് ആണ്. സൈബർ ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. അതായത് ആരാണോ പിന്നെ സൈബർ ക്രൈമുകൾ ചെയ്യുന്ന അവരെയാണ് നമ്മൾ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്തിനായിരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്ത് ഇൻറ്റൻഷൻ്റെ മുകളിലാണ് അവർ ചെയ്യുന്നത്? ഒന്നുകിൽ അവർ പിന്നെ കമ്പനികളുടെ ഇൻഫർമേഷൻസ് മോഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. എനിവേ ഇത്തരത്തിൽ സൈബർ ക്രൈം ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ടൈപ്പ് പറയുന്നുണ്ട്. പ്രധാനമായിട്ട് ടൈപ്പ് പറയുന്നത് എങ്ങനെയാണ്, ചിൽഡ്രൻസ് ആൻഡ് അഡോളസൻസ്. 6 to 18 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ ചിൽഡ്രൻസ് ആൻഡ് അഡോളസൻസ് എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും ഇത്തരത്തിൽ സൈബർ ക്രൈമുകൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഇത്തരത്തിൽ ചെയ്യുന്നതായിരിക്കില്ല, അവർ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു പക്ഷേ ഈ ക്രൈമിലേക്ക് വന്നതായിരിക്കും. അവരുടെ പിന്നെ അറിവില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു പക്ഷേ ഇത്തരത്തിൽ ക്രൈമുകൾ വരുന്നതായിരിക്കും. ഓക്കെ, അതിന് മറ്റൊന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ് ആണ്. ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാക്കേഴ്സ് മോസ്റ്റ്ലി ഓർഗനൈസ്ഡ് ടു ഫുൾഫിൽ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് പൊളിറ്റിക്കൽ ബയാസ്, ഫണ്ടമെന്റലിസം എക്സെട്ര, മെയിൻലി ടാർഗറ്റ് ഗവൺമെന്റ് സൈറ്റ്സ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ് ആണ്. ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു, ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലേക്ക് ഹാക്കേഴ്സ് വരികയും അവർ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് എന്താ പറയുക അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാക്കിംഗ് നടത്തുകയും ചെയ്യാം. നമ്മൾ ഹാക്കിംഗ് എന്തെന്നുള്ളതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് പിന്നെ ക്രിമിനൽസിനെയാണ് നമ്മളിവിടെ ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അവർ ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഫണ്ടമെന്റലിസം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വർഗീയ ധ്രുവീകരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും അവർ ടാർഗറ്റ് ചെയ്യാറുള്ള ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനൽസിനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് ആണ്. അവർ പ്രധാനമായിട്ടും പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള മോട്ടീവാണ്, ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഹാക്കിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. ഹാക്ക് സൈറ്റ്സ് ടു ഗെറ്റ് വാല്യുബിൾ ഇൻഫർമേഷൻ, ദേ ആർ ഈവൻ വർക്ക് ടു ക്രാക്ക് ദ എംപ്ലോയർ സിസ്റ്റം. അവർ ഏതെങ്കിലും രീതിയിലുള്ള വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻസ് ലഭിച്ച് അതിലൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഫിനാൻഷ്യലായിട്ടുള്ള ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അത്തരത്തിലുള്ള ക്രിമിനൽസിനെയാണ് പ്രൊഫഷണൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ്റെ ആ ഒരു എംപ്ലോയർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്രാക്ക് ചെയ്യുന്നുണ്ട്, അവരത് ഹാക്ക് ചെയ്യുന്നുണ്ട്, അതിലൂടെ അവർ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മോഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു സൈബർ ക്രിമിനൽസിൽ വരുന്ന ഒന്നാണ്. ദെൻ നാലാമത് പറയുന്നത് ഡിസ്കണ്ടന്റഡ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ഹു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ എംപ്ലോയർ
എംപ്ലോയർ യൂസ് സ്പൈ വർക്ക് എക്സെട്ര. അതായത് എന്ത് ചെയ്യുന്നു, എംപ്ലോയറുമായിട്ട് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഒരു എംപ്ലോയറുമായിട്ട് ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നു, സ്പൈ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കോമ്പറ്റീറ്റേഴ്സിന് ചോർത്തി കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഡിസ്കണ്ടൻറ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള 4 ടൈപ്പ് സൈബർ ക്രിമിനൽസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ചിൽഡ്രൻസ് ആൻഡ് അഡോളസെൻസ്, ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ്, പ്രൊഫഷണൽ ഹാക്കേഴ്സ്, അതുപോലെ തന്നെ ഡിസ്കണ്ടൻറ്റഡ് എംപ്ലോയീസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ് ആണ്. നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കമ്പ്യൂട്ടർ ഫ്രോഡ്സ് ആണ്. എനി അൺഓതറൈസ്ഡ് ആക്ഷൻ ബൈ എനി പേഴ്സൺ കോസിംഗ് ഹാം ടു ഇൻഫർമേഷൻ സിസ്റ്റം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് എന്താ പറയുക ഹാംഫുൾ ആകുന്ന തരത്തിൽ, ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നശിച്ചു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലെ ഡാറ്റകളെല്ലാം ഡിലീറ്റ് ആയി പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്പ്യൂട്ടർ ഫ്രോഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ഇൻവോൾവ് അൺഓതറൈസ്ഡ് യൂസ്, ആക്സസ്, മോഡിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ്, ഡാറ്റകൾ ഡിസ്ട്രക്ട് ചെയ്യുക, അതിന് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ആക്സസ് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ യൂസ് ചെയ്യുക, ഇതെല്ലാം അൺഓതറൈസ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കമ്പ്യൂട്ടർ ഫ്രോഡ് എന്നാണ് പറയുക. നമ്മുടെ കമ്പ്യൂട്ടറുകളെ മറ്റൊരാൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ മറ്റൊരാൾ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരാൾ മോഡിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരാൾ ഡിലീറ്റ് ചെയ്യുന്നു, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടർ ഫ്രോഡായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് തെഫ്റ്റ് ഓഫ് മണി ബൈ ഓൾട്ടറിങ് കമ്പ്യൂട്ടർ റെക്കോർഡ്സ്. കമ്പ്യൂട്ടർ റെക്കോർഡ്സുകൾ ഓൾട്ടർ ചെയ്ത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് മോഷ്ടിക്കുക, അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫ്രോഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ തെഫ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ടൈം ആൻഡ് കമ്പ്യൂട്ടർ അസറ്റ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സമയവും കമ്പ്യൂട്ടറിൻ്റെ അസറ്റുകളും മോഷ്ടിക്കുക, അതിനെ നമ്മൾ കമ്പ്യൂട്ടർ ഫ്രോഡ്സ് എന്നാണ് പറയുക. നമ്മൾ ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ കമ്പ്യൂട്ടർ ഫ്രോഡായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, അതും കമ്പ്യൂട്ടർ ഫ്രോഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ ടൂളായിട്ട് ഉപയോഗിക്കുന്നു, ഒരു സൈബർ ക്രൈമാണ് അല്ലേ. അപ്പോൾ ഇതും ഒരു കമ്പ്യൂട്ടർ ഫ്രോഡിൻ്റെ ആ ഒരു ഹെഡിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഹാംഫുൾ ആകുന്ന തരത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫ്രോഡ് എന്ന് പറയുന്നത്. ഇതൊരു സെക്യൂരിറ്റി പ്രോബ്ലമാണ്, ഒരു പ്രൈവസി ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സൈബർ ലോ, IT ആക്റ്റാണ്. ഇത്തരത്തിൽ ഒരുപാട് ക്രൈമുകളും ഒരുപാട് ഇഷ്യൂസും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇഷ്യൂസിനെയും ക്രൈമിനെയും തടയിടാൻ നമുക്കൊരു നിയമം ആവശ്യമാണ്, ഒരു ആക്ട് ആവശ്യമാണ്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്, സൈബർ ലോ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്കതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നോക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ബിൽ, IT ബിൽ വാസ് പാസ്ഡ് ബൈ ഇന്ത്യൻ പാർലമെൻറ്റ് ഓൺ May 17, 2000. 2000 May 17 ഇന്ത്യൻ പാർലമെൻറ്റിൽ IT ബില്ല് പാസ്സാവുന്നത്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അത് ആ ഒരു ബില്ല് ആക്റ്റായിട്ട് വരുന്നത് 2000 October 17. ഓക്കെ, അപ്പോൾ 2000 October 17 മുതൽ IT ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, then the main objective of the act to provide legal recognition for transaction carried out by means of electronic data interchange and other means of electronic communication and storage of information to facilitate electronic filing of documents with the government agencies. ഇതിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓൺലൈനായിട്ട് നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലെ, ഇലക്ട്രോണിക് കൊമേഴ്സുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടും അല്ലെ, ഒരുപാട് ഇലക്ട്രോണിക്കലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ട്രാൻസാക്ഷൻസിനൊക്കെ ഒരു ലീഗൽ റെക്കഗ്നിഷൻ, ലീഗലായിട്ടുള്ള ഒരു വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നിലവിൽ വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ IT ആക്ട് നിലവിൽ വന്നതോട് കൂടിയിട്ടാണ് ആക്ച്വലി ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, ഈ ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ലീഗലായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ലീഗൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു പൈറസി, അതുപോലെ തന്നെ ഡിഫാമേഷൻ, അഡ്വർടൈസിങ്, ടാക്സേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ, കോപ്പി റൈറ്റ്സ് ആൻഡ് ട്രേഡ് സീക്രറ്റ്സ് ഇൻ ദി സൈബർ വേൾഡ്. സൈബർ വേൾഡിൽ ഇത്തരത്തിലുള്ള ടേമുകൾക്കെല്ലാം ഒരു പ്രൊവിഷൻ, ലീഗലായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത് IT ആക്ട് വന്നതോട് കൂടിയിട്ടാണ്. അതായത്
പൈറസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു ഡോക്യുമെൻറ്റും അതിന് ഒരുപാട് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആ കോപ്പിറൈറ്റ് ആക്റ്റും IT ആക്റ്റും എല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് അല്ലെങ്കിൽ സൈബർ വേൾഡിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ സൈബർ വേൾഡിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം ഒരു ലീഗലായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ ലഭിക്കുന്നത് IT ആക്ട് വന്നതോടുകൂടിയിട്ടാണ്. അപ്പോൾ പിന്നെ സൈബർ വേൾഡിൽ നടക്കുന്ന അഡ്വർടൈസിങ് അതിനെല്ലാം ഒരു ലീഗലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കുന്ന കാലമാണ്. കോപ്പിറൈറ്റുകൾ നമ്മളുടെയൊക്കെ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ആർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകൾ അതെല്ലാം നമ്മൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നത് IT ആക്ട് ആണ്. അതുപോലെ തന്നെ ട്രേഡ് സീക്രട്സുകൾക്ക് അതുപോലെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് IT ആക്ട് 2000 ആണ്. ഓക്കെ, ദെൻ ഈ IT ആക്ട് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് 2008. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഗവൺമെൻറ് ഹാഡ് ഇൻട്രൊഡ്യൂസ് ദ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ബിൽ 2006 ഇൻ ലോക്സഭ ഓൺ 15th of December 2006. 2006 ഡിസംബർ 15 ലോക്സഭയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു IT ആക്ട് 2000 ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതെന്ത് ചെയ്തു, 2008 ഡിസംബർ 23 രണ്ട് പാർലമെൻറ്റ് ഹൗസുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും അത് പാസ്സായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2008 എന്ത് ചെയ്തിട്ടുണ്ട്, അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 2009 കൂടിയിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അണ്ടർ ദി ആക്ട് IT ആക്ട് സെക്ഷൻ 65 to 78 ഡിഡ് പ്രൊവൈഡ് ഫോർ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. IT ആക്ടിൽ 65 മുതൽ 78 വരെ വരുന്ന സെക്ഷൻസിൽ ഓരോ ഒഫൻസുകളും അതുപോലെ തന്നെ ആ ഒഫൻസുകൾക്കുള്ള പെനാൽറ്റീസും എന്ത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം ഒരു ലീഗലായിട്ടുള്ള വാലിഡിറ്റി നൽകുന്നതിനും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള അണത്തിക്കലായിട്ടുള്ള സൈബർ ക്രൈമുകൾക്കൊക്കെ ഒരു തടയിടുക, അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൈം നടക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ, അതിനുള്ള പെനാൽറ്റീസ് എന്ത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു IT ആക്ട് വന്നിട്ടുള്ളത്. 2000 IT ആക്ട് നിലവിൽ വരുന്നത്, 2008 അത് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം 65 മുതൽ 78 വരെ വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് ഞാൻ ആ സെക്ഷൻസ് മാത്രം പറഞ്ഞു പോകുന്നു, ഡീറ്റെയിൽ ആയിട്ടും നമ്മൾ പോകുന്നില്ല അതിലേക്ക്. ഓരോ സെക്ഷനും എന്തിനാണ് എന്നുള്ളത് മാത്രം പറയുന്നു. ഓക്കെ, സോ നിങ്ങൾക്കിത് വായിച്ചു നോക്കുക, ജസ്റ്റ് ഈ ഒരു സെക്ഷൻസ് വായിക്കുക, ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. സെക്ഷൻ 65 എന്ന് പറഞ്ഞാൽ ടാമ്പറിംഗ് വിത്ത് എനി കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് യൂസ്ഡ് ഫോർ എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഏതെങ്കിലും രീതിയിലുള്ള സോഴ്സ് കോഡ് നശിപ്പിക്കുക എന്നുള്ളതാണ്, കമ്പ്യൂട്ടർ കോഡുകളെ നശിപ്പിക്കുകയാണെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ സെക്ഷൻ 65 പ്രകാരം പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് എന്ത് എന്നുള്ളത് പറയുന്നുണ്ട്. 3 വർഷം എന്ത് ചെയ്യാം, അതിന് ജയിൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഫൈനായിട്ട് വരും, അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സെക്ഷൻ 66 പറയുന്നത് ഹാക്കിംഗ് ആണ്. അതിന് വരുന്നത് 3 വർഷം ജയിൽ ശിക്ഷയും അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ ഫൈനുമാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സെക്ഷൻ 66A പറയുന്നത് സെൻഡിങ് ഫോൾസ് ഇൻഫർമേഷനാണ്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 3 വർഷം വരെ ജയിൽ ശിക്ഷയും 5 ലക്ഷം രൂപ വരെ ഫൈനും വരും, അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടുന്നതാണ്. ദെൻ സെക്ഷൻ 66B പ്രകാരം പറയുന്നത് റിസീവ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ്, മോഷ്ടിച്ച അല്ലെങ്കിൽ എന്താ പറയുക മോഷ്ടിച്ച കമ്പ്യൂട്ടർ റിസോഴ്സുകളെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 3 വർഷം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ജയിൽ ശിക്ഷയും 5 ലക്ഷം രൂപ ഫൈനുമാണ്. ദെൻ സെക്ഷൻ 66C പറയുന്ന ഫ്രോഡ്ലന്റ് യൂസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചറും പാസ്വേഡും ഒക്കെ എന്ത് ചെയ്യുക, ഫ്രോഡ്ലൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് 3 വർഷം ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് വരുന്നത്. ഓക്കെ, ദെൻ സെക്ഷൻ 66D പറയുന്നുണ്ട് ചീറ്റിംഗ് യൂസിങ് സെൽഫോൺസ് കമ്പ്യൂട്ടർ എക്സെട്ര. കമ്പ്യൂട്ടറുകളും സെൽഫോണും ഒക്കെ എന്ത് ചെയ്യുക, ചീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അതിന് 3 വർഷം പണിഷ്മെൻ്റാണ്, ജയിൽ ശിക്ഷയാണ്, 1 ലക്ഷം രൂപ അതിൻ്റെ ഫൈനായിട്ടും വരുന്നുണ്ട്. ദെൻ സെക്ഷൻ 66E പറയുന്നത് ക്യാപ്ചറിങ്, ട്രാൻസ്മിറ്റിംഗ് ഓർ പബ്ലിഷിംഗ് ദി ഇമേജസ് ഓഫ് പ്രൈവറ്റ് ഏരിയ ഓഫ് എനി പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോസ് എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെയാണ് എന്ത് ചെയ്യുന്നത്, പണിഷ്മെൻറ്റ് വരുന്നത്. 2 ലക്ഷം രൂപ ഫൈനായിട്ടും വരും, അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടും. ഓക്കെ, ദെൻ സെക്ഷൻ 66F പറയുന്നത് സൈബർ ടെററിസം ആണ്. അതായത് ഇൻ്റർനെറ്റും അതുപോലെ മൊബൈലും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ടെററിസം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഉപയോഗിക്കുക. അതിന് എന്ത് ചെയ്യാണ്, ഇംപ്രിൻസ്മെൻറ്റ് ഫോർ ലൈഫാണ്.
ആജീവനാന്ത കാലം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ജയിൽ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ്. ദെൻ സെക്ഷൻ 67 പറയുന്ന പബ്ലിഷിംഗ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഒബ്സൈൻ ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിലുള്ള അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ എന്ത് ചെയ്യും, ജയിൽ ശിക്ഷയും 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ പിന്നെ ഫൈനും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 67A പ്രകാരം പറയുന്നത് പബ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിറ്റ് ഓഫ് ഇൻഫർമേഷൻ കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിറ്റ് ആക്ട്. അത് ഏതെങ്കിലും സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതിന് 5 വർഷം മുതൽ 7 വർഷം വരെ ജയിൽ ശിക്ഷയും 10 ലക്ഷം രൂപ വരെ ഫൈനുമാണ് പറയുന്നത്. ഓക്കെ. ദെൻ സെക്ഷൻ 67D ചൈൽഡ് പോണോഗ്രഫിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം മുതൽ 7 വർഷം വരെയാണ് പണിഷ്മെൻറ്റ് പറയുന്നത്, 10 ലക്ഷം രൂപ ഫൈനാണ്. ദെൻ സെക്ഷൻ 71 പറയുന്നത് മിസ്റെപ്രസെൻറ്റേഷനാണ്. ഏതെങ്കിലും രീതിയിൽ മിസ്റെപ്രസെൻറ്റ് ചെയ്യുക, അതായത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് പോലെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1 വർഷം മുതൽ 2 വർഷം വരെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ജയിൽ ശിക്ഷ പറയുന്നത്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയാണ് അതിൻ്റെ ഫൈന് പറയുന്നത്. ഓക്കെ. സെക്ഷൻ 72 പറയുന്ന ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി പ്രൈവസി ഇൻ ഡോക്യുമെന്റ്സ് രജിസ്റ്റർ റെക്കോർഡ്സ്. പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും തകർക്കുക എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കുറേ ഡോക്യുമെന്റ്സും രജിസ്റ്ററുകളും റെക്കോർഡും, പ്രത്യേകിച്ച് ഗവൺമെന്റിൻ്റെ ഒക്കെ റെക്കോർഡുകളുണ്ട്. അതെല്ലാം പിന്നെ എന്ത് ചെയ്യുക, അത് രഹസ്യമായി സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം എന്ത് ചെയ്യുക, അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പിന്നെ ബ്രീച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 വർഷമാണ് അതിൻ്റെ ജയിൽ ശിക്ഷ പറയുന്നത്, 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇതിന് സെക്ഷൻ 72A പ്രകാരം പറയുന്നത് ബ്രീച്ച് ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ബ്രീച്ച് ചെയ്യുക, അതായത് നമ്മൾ പിന്നെ ഇൻഫോം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഡിസ്ക്ലോസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 വർഷമാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്, 3 വർഷം അതിൻ്റെ 3 വർഷമാണ് ജയിൽ ശിക്ഷ പറയുന്നത്, 5 ലക്ഷം രൂപ വരെ ഫൈന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെക്ഷൻ 73 പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ക്രൈം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് 2 വർഷം വരെ എന്ത് ചെയ്യും, ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപ വരെ ഫൈനും അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ 74 പറയുന്നത് മേക്ക് അവൈലബിൾ എ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ഫോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 വർഷമാണ് പണിഷ്മെൻറ്റ് പറയുന്നത്. ദെൻ 1 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സെക്ഷൻ 75 പറയുന്ന ഒഫൻസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ 2 വർഷം വരെ എന്ത് ചെയ്യും, അതിന് പണിഷ്മെൻ്റ് ഉണ്ട്, ജയിൽ ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ ഫൈൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള പിന്നെ സെക്ഷൻസ് ആണ്. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ചില സെക്ഷൻസൊക്കെ പരമാവധി ഓർത്ത് വെക്കാൻ പറ്റുന്ന നോക്കിയൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. സോ ഈ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് പറയുന്ന ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് സൈബർ ലോ. സൈബർ ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് ഓർഗനൈസേഷൻസ് ആണ്. ജസ്റ്റ് പേരുകളൊന്ന് പറയുന്നു. ന്യൂ മീഡിയ വിങ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെൻറ്റർ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, സൈബർ ക്രൈമുകളും അതുപോലെ തന്നെ ഈ അൺഎത്തിക്കലായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷൻസ് ആണ്. ഈ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൈബർ ലോ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.